ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റൊക്കെ കഴിഞ്ഞു. നമുക്ക് വിശദമായിട്ടുള്ള മാർക്കറ്റ് അനാലിസിസിലേക്ക് പോകാം. ഇനി നാളെ മാർക്കറ്റ് എന്താണ്, നാളെ എവിടെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് ചാനലിൻ്റെ ലിങ്ക് പങ്കുവെക്കുവാൻ മറക്കരുത്. ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കാനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള ഫുൾ സർവീസ് അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ സൗജന്യം ലഭ്യമാണ്. അതിൽ നിങ്ങൾ ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിർബന്ധിതമായിട്ടുള്ള സംശയങ്ങൾക്ക് മറുത്തു വരുത്തുവാൻ ഞങ്ങളൊരു ടീം തന്നെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് പോകാം. ഇന്ന് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി അതുപോലെ തന്നെ സെൻസെക്സ് എല്ലാം നേരിയ ഒരു അപ്സൈഡ് മാത്രമാണ് കാണിച്ചത്. 13,133 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 20 പോയിൻറ്റിൻ്റെ അപ്സൈഡാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. സെൻസെക്സിൽ 14 പോയിൻറ്റ് അപ്സൈഡോട് കൂടി 44,632 നിഫ്റ്റി സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ 14 പോയിൻറ്റിൻ്റെ ഡൗൺ സൈഡാണ് ഉണ്ടായിരിക്കുന്നത്. 29,448 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന നിലയിൽ ഓപ്പൺ ചെയ്ത നിഫ്റ്റി പിന്നീട് പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമാവുകയായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആദ്യത്തെ 30 മിനിറ്റിൽ തന്നെ നല്ലൊരു രീതിയിലുള്ള ഡൗൺ സൈഡ് നിഫ്റ്റിയിൽ വന്നു. അതിനുശേഷം നിഫ്റ്റിക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ ഒരു റേഞ്ച് ബൗണ്ടിലേക്ക് നിഫ്റ്റി നീങ്ങുകയായിരുന്നു. 13,215 എന്ന് പറയുന്ന ഹയർ ലെവലിൽ ഓപ്പൺ ചെയ്ത നിഫ്റ്റി വീണ്ടും 216, അതായത് ഒരു പോയിൻ്റ് മാത്രമാണ് പിന്നീട് മുകളിലേക്ക് പോയത്. അവിടെ നിന്നും ഷാർപ്പായിട്ട് താഴോട്ടുള്ള വീഴ്ചയായിരുന്നു. പിന്നീട് ഓരോ അരര മണിക്കൂറിന് കൂടുന്തോറും നിഫ്റ്റി പതുക്കെ റിക്കവർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് താഴോട്ട് തന്നെയായിരുന്നു പോയത്. 13,107 എന്ന് പറയുന്ന ഒരു ലോവർ ലെവലാണ് ഇന്ന് നിഫ്റ്റി സെറ്റ് ചെയ്തത്. 13,216 അതുപോലെ തന്നെ 11,107, 11,100 താഴെ നിഫ്റ്റി പോയില്ല എന്നുള്ളതും കാണേണ്ടതാണ്. പിന്നെ താഴത്തെ ലെവലിൽ ചെറിയൊരു ബൈയിങ് ലെവൽ നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ നിഫ്റ്റിക്ക് വലിയ രീതിയിലുള്ള ആഘാതം സംഭവിക്കാതെ എക്സ്പയറി ആയിട്ട് കൂടി വൊളറ്റാലിറ്റി ഇല്ലാതെ നമ്മൾ കണ്ടു. അപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് വലിയ രീതിയിൽ വരുന്നു. 13,200 ഇപ്പോഴും ഞങ്ങൾ പറയുന്ന പോലെ ഒരു അപ്പർ ക്യാപ്പായിട്ട് നിൽക്കുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അതിന് താഴത്തെ ലെവലിൽ നിഫ്റ്റി വരുമ്പോൾ ശക്തമായിട്ടുള്ള ബൈയിങ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഇന്ന് FIIs ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്ന് FIIs നല്ല രീതിയിൽ ബൈ ചെയ്തിട്ടുണ്ട്. 3,637 കോടി രൂപയുടെ ബൈയിങ് ആണ് അവർ നടത്തിയിരിക്കുന്നത്. DIS 4,439 കോടി രൂപ, 1,439 കോടി രൂപയുടെ സെല്ലിങ്ങും നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ലൈഫ് ടൈം ഹൈ അടിച്ചിരിക്കുന്ന നിഫ്റ്റി പിന്നീട് താഴോട്ട് വരികയായിരുന്നു. ഇതിൽ FII ബൈയിങ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. 13,000 എന്ന് പറയുന്ന ഒരു ലെവൽ നിഫ്റ്റി ഹോൾഡ് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇനി നാളെ രണ്ട് പ്രധാന ഇവൻറ്റുകളാണ്. ഒരു പ്രധാന ഇവൻറ്റുകളാണുള്ളത്. ഒന്ന് RBIയുടെ മോണിറ്ററി പോളിസി തന്നെയാണ്. മിക്കവാറും റേറ്റുകൾ ചേഞ്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ റേറ്റുകൾ ബാങ്ക് റേറ്റുകൾ കൂട്ടാനോ കുറക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷേ RBI ചെയർമാൻ്റെ കമൻട്രിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അവരുടെ ഇൻഫ്ലാഷനെ സംബന്ധിച്ചിട്ടുള്ള ടാർഗറ്റും അതുപോലെ തന്നെ ഗ്രോത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യൻ എക്കോണമി GDPയെ സംബന്ധിച്ചിട്ടുള്ള ടാർഗറ്റ്, അതുപോലെ തന്നെ ലിക്വിഡിറ്റി, ഇക്കോണമിയിൽ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലുള്ള ലിക്വിഡിറ്റിയെ പറ്റിയിട്ടുള്ള ഔട്ട്ലുക്ക്, ഈ 3 കാര്യങ്ങളിലാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. റേറ്റ് അൺചേഞ്ച് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ മിക്കവാറും സംശയമില്ല. ഈ 3 കാര്യത്തെ പറ്റി RBI ഗവർണറുടെ ഔട്ട്ലുക്ക് എന്താണ് എന്നറിയാനാണ് മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്നത്. നാളെ രാവിലെ 10 മണിക്കാണ് മീറ്റിംഗ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പോളിസി അനൗൺസ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ആ പോളിസി അനൗൺസ്മെൻറ്റിൻ്റെ ഭാഗത്തിന് അനുസരിച്ചിട്ടായിരിക്കും പിന്നീടുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയാം. ഒരു നോൺ ഇവൻ്റ് ആയിരിക്കാം, എന്നാലും ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഗ്രോത്തിനെയോ അല്ലെങ്കിൽ ഇൻഫ്ലാഷനെയോ സംബന്ധിച്ചിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അതിനെ ഡിസ്കൗണ്ട് ചെയ്യാനും മതി. കാരണം നാളെ വെള്ളിയാഴ്ചയാണ്, വീക്കെൻഡിലേക്ക് പോകുന്ന സമയമാണ്. പൊസിഷൻസ് ലൈറ്റ് ചെയ്തിട്ട് ആൾക്കാർ ഇരിക്കാനും സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ വേൾഡ് മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് പോസിറ്റീവായിട്ടാണുള്ളത്. ഡോ ജോൺസ് ഏകദേശം 147 പോയിൻറ്റ് പ്ലസ്സിലാണ്. നാസ്ഡാക്ക് 29 പോയിൻറ്റ് പ്ലസ്സിലാണ്. അതുപോലെ തന്നെ S&P 500 3 പോയിൻറ്റ് പ്ലസ്സിലാണുള്ളത്. ലണ്ടൻ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ലണ്ടൻ മാർക്കറ്റ് 26 പോയിൻറ്റോട് പ്ലസ്സോട് കൂടിയാണുള്ളത്. പാരീസ് ആൻഡ് ജർമ്മനി 2 മാർക്കറ്റും മൈനസിലാണുള്ളത്. 8 പോയിൻറ്റും 60 പോയിൻറ്റും മൈനസിലാണ് യൂറോപ്യൻ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഒരു മിക്സ്ഡ് ട്രെൻഡാണ്. അത്ര വളരെ നെഗറ്റീവായിട്ടുള്ള ട്രെൻഡല്ല. എന്നാലും US മാർക്കറ്റൊക്കെ പോസിറ്റീവും US-ൽ യൂറോപ്യൻ മാർക്കറ്റിൽ മിക്സ്ഡ് ട്രെൻഡുമാണ്. പാരീസിലും അതുപോലെ തന്നെ ജർമ്മൻ മാർക്കറ്റും മൈനസിലാണുള്ളത്. അപ്പോൾ നാളെ നമുക്കൊരു സ്ലൈറ്റ് ഓപ്പണിങ് കിട്ടുമെന്ന് വിചാരിക്കാം. 10 മണിക്ക് മാർക്കറ്റ് RBI പോളിസിക്ക് അനുസരിച്ചിട്ടായിരിക്കും അതിന് ശേഷമുള്ള മൂവ്മെൻറ്റ് നമുക്ക് പറയാം. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് വന്നിരിക്കുന്നത്
HDFC ബാങ്കിൻ്റെ ഡിജിറ്റൽ ഓൺലൈൻ ക്രെഡിറ്റ് കാർഡിന് RBI അനുമതി കൊടുത്തില്ല എന്നുള്ളതാണ്. അവർക്ക് പുതുതായി ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡ് റിസർച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ഇന്ത്യൻ മാർക്കറ്റ് ഷെയർ ഉള്ളത് HDFC ബാങ്കിന് തന്നെയാണ്. 27% ക്രെഡിറ്റ് കാർഡ് ബിസിനസ്സിൽ പങ്കാളിത്തമുള്ള ബാങ്കാണ് HDFC. അവർക്കാണ് ഒരു ഓൺലൈൻ കാർഡ് ഇറക്കാനുള്ള അനുമതി RBI കൊടുക്കാതിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും രണ്ടാമത്തെ മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയായിട്ടുള്ള SBI കാർഡിന് ഗുണം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് SBI കാർഡിൽ നല്ല രീതിയിലുള്ള ബൈങ് നമ്മൾ കണ്ടത്. HDFC ബാങ്കിൻ്റെ അതിന് കാരണമായിട്ട് പറയുന്നത് അതിൻ്റെ വാർത്തകൾ വായിക്കുമ്പോഴും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും അതിൻ്റെ സർക്കുലേഴ്സ് വരുമ്പോഴും മനസ്സിലാക്കുന്നത് HDFC ബാങ്കിൻ്റെ നെറ്റ്വർക്കുകൾ പലപ്പോഴായിട്ട് മോശമാവുകയും അവരുടെ സർവീസുകൾ നിർത്തിവെക്കേണ്ടതുമായിട്ടുള്ള അവസ്ഥകൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ RBI ചോദിച്ചിട്ടുണ്ടായിരുന്നു, SEBI ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഉത്തരങ്ങളിൽ അവർ അത്രമാത്രം തൃപ്തരല്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡുകൾ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ബാങ്കായിട്ടുള്ള HDFC ബാങ്കിൻ്റെ ഇങ്ങനെയുള്ള നെറ്റ്വർക്ക് ഇഷ്യൂസും കാര്യങ്ങളും വരുമ്പോൾ അത് അത്രമാത്രം തൃപ്തിയില്ല RBIക്ക് എന്നുള്ളതാണ് കാണുന്നത്. ഇത് രണ്ടാമത്തെ ഏറ്റവും പ്ലെയറായിട്ടുള്ള SBIക്ക് തന്നെയാണ് ഗുണമായിട്ട് ഭവിച്ചിട്ടുള്ളത്. SBIക്ക് തന്നെയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും HDFC ബാങ്കിൻ്റെ ഷെയറുകളിൽ നിന്ന് നല്ല ഇടിവ് സംഭവിച്ചു. അതുപോലെ തന്നെ SBI കാർഡിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കും അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മൂവും നമ്മൾ മാർക്കറ്റിൽ നിന്ന് കണ്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് വേറൊരു വന്നിരിക്കുന്ന ഒരു റിസർച്ച് ക്ലാസ് 8 ട്രക്കുകളെ പറ്റിയിട്ടുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് ക്ലാസ് 8 ട്രക്കുകളായിട്ടുള്ള നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള ഓർഡറുകൾ. ഇത് നമ്മുടെ 3 കമ്പനികൾക്ക് വളരെ പോസിറ്റീവാണ്. അതായത് നമ്മൾ ജൂലൈ മാസങ്ങളിലുള്ള എക്സ്പോർട്ട് ഓർഡറുകളെ സംബന്ധിച്ച് നോക്കുമ്പം ഏകദേശം 3 ഇരട്ടിയായിട്ടാണ് ഓർഡറുകൾ വർദ്ധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 3 കമ്പനികൾക്കാണ് ഇതിനെ കൊണ്ടുള്ള ഗുണം വരുന്നത്. ഒന്ന് ഭാരത് ഫോർജ് തന്നെയാണ്. ഇന്ന് നിങ്ങൾ സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഭാരത് ഫോർജ് നല്ല രീതിയിൽ റാലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കമ്പനി മദർസൺ സുമി, അതുപോലെ തന്നെ രാമകൃഷ്ണ ഫോർജിങ്സ്. ഈ 3 കമ്പനിക്കാണ് ഇതുകൊണ്ടുള്ള ഗുണം കിട്ടുന്നത് എന്നുള്ളതാണ്. 3 ഇരട്ടിയോളം ഓർഡർ വർദ്ധിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റിയത്. ഭാരത് ഫോർജിന് ഏകദേശം 40% റവന്യൂ നോർത്ത് അമേരിക്കൻ ട്രക്ക് മാർക്കറ്റിൽ നിന്നാണ് എന്നുള്ളത്. ഈ വരുന്ന സമയങ്ങളിലും ഭാരത് ഫോർജിന് ഇനി വീണ്ടും ഒരു ന്യൂസ് ലൈംലൈറ്റിൽ നിൽക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഭാരത് ഫോർജ് ഈ ഒരു അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ അടുത്ത് തന്നെ ഒരു 550 to 560, 550 to 560 രൂപയിലേക്കൊക്കെ ഭാരത് ഫോർജ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഭാരത് ഫോർജ് വീക്ക് ആവുന്നത് 520 താഴെ മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ GNA ആക്സിൽസ് എന്ന് പറയുന്ന കമ്പനിക്ക് ഏകദേശം അവിടെ 24% ഷെയറുകളുണ്ട് എന്നുള്ളതാണ്. മദർസൺ സെമി ഏകദേശം 21% റവന്യൂവും ഈ ഒരു ട്രക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നോർത്ത് അമേരിക്കൻ റവന്യൂ ജനറേഷനിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോക്കുകളായിട്ടുള്ള കോൾ ഇന്ത്യ, മൊയിൽ എന്നീ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത് പ്രധാനമായിട്ടും ഫാർമയിലൊക്കെ ആയിരുന്നു. ICICI ലൊംബാർഡും ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മളിന്ന് കണ്ടു. അതുപോലെ തന്നെ PSU കമ്പനികളിലാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനികളിലാണ് ഇന്ന് നല്ല രീതിയിലുള്ളൊരു റണ്ണപ്പ് കണ്ടത്. ഇപ്പോഴത്തെ റാലിയുടെ പ്രത്യേകതയും നോക്കുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാവുന്നത്. കാരണം ഒരു സെക്ടർ അല്ല എങ്കിൽ മറ്റൊരു സെക്ടർ റാലി ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ആ ഒരു പങ്ക് വഹിച്ചത് PSU ബാങ്കുകളാണ്. PSU ബാങ്കിങ് സ്റ്റോക്കുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ റാലി ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സെക്ടറിലല്ല എങ്കിൽ മറ്റൊരു സെക്ടറിൽ റാലി ലീഡ് ചെയ്ത് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രവണത മാർക്കറ്റ് കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളിന്ന് സെക്ടർ വൈസ് മൂവ് നോക്കിക്കഴിഞ്ഞാൽ PSU ബാങ്കിങ് സെക്ടറാണ് ഏകദേശം 4.81% ഉയർന്നിരിക്കുന്നത്. നിഫ്റ്റി മീഡിയ നോക്കിക്കഴിഞ്ഞാൽ 2.8%, നിഫ്റ്റി മെറ്റൽ 2.49% നല്ല രീതിയിൽ വരികയുണ്ടായി. ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ, സെയിൽ അങ്ങനെയുള്ള എല്ലാ കമ്പനികളും, മൊയിൽ പോലുള്ള കമ്പനികളൊക്കെ മെറ്റൽ സെക്ടറിൽ നല്ല രീതിയിലുള്ള ബൈങ് നമ്മളിന്ന് കണ്ടു. അതേസമയം പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത് ഒന്ന് IT, ഫൈനാൻഷ്യൽ സർവീസ്, നിഫ്റ്റി ബാങ്കിലുമാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നിഫ്റ്റിയിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഫോറിൻ ബ്രോക്കറേജ് ഫേംസ് 2 സ്റ്റോക്കുകളെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് SBI ആണ്, CLSA ആണ് SBI അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. 360 രൂപയാണ് SBIക്ക് ടാർഗറ്റ് CLSA നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വോൾട്ടാസിനെയാണ് നോർമാസ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. വോൾട്ടാസിലും 900-ന് മുകളിലുള്ള ടാർഗറ്റാണ് വോൾട്ടാസിനും കൊടുത്തിരിക്കുന്നത്. ഈ 2 സ്റ്റോക്കുകൾക്കും ഫോറിൻ അപ്ഗ്രേഡേഷൻ ലഭിച്ചിരിക്കുന്നു. ട്രായ് അവരുടെ മൊബൈൽ യൂസേഴ്സിൻ്റെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നു. അതുപ്രകാരം ഭാരതി എയർടെലിന് വൻ രീതിയിലുള്ള അഡിഷൻ സംഭവിച്ചിരിക്കുന്നു. 37,80,000 കസ്റ്റമേഴ്സാണ് സെപ്റ്റംബറിൽ അവർ ആഡ് ചെയ്തിരിക്കുന്നത്.
അത് 29 ലക്ഷം കസ്റ്റമേഴ്സിനെ അവർ ഓഗസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 37.8 ലക്ഷം കസ്റ്റമറെയാണ് അവർ സെപ്റ്റംബറിൽ ആഡ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല നേട്ടമായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ വോഡാഫോൺ നോക്കിക്കഴിഞ്ഞാൽ 46,60,000 കസ്റ്റമേഴ്സിനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 12,30,000 കസ്റ്റമേഴ്സിനെ ഓഗസ്റ്റിൽ ലോസ് ചെയ്തിരുന്നു. അതിന് പിന്നീടായിട്ട് വീണ്ടും ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ഇടിവാണ് കസ്റ്റമർ ബേസിൽ ഐഡിയ വോഡാഫോണിന് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജിയോനെ നോക്കിക്കഴിഞ്ഞാൽ 14.6 ലക്ഷം യൂസേഴ്സിനെയാണ് അല്ലെങ്കിൽ പുതിയ കസ്റ്റമേഴ്സിനെയാണ് ജിയോ സെപ്റ്റംബറിൽ ആഡ് ചെയ്തിരിക്കുന്നത്. 18.6 ലക്ഷം കസ്റ്റമേഴ്സിനെയായിരുന്നു അവർ ഓഗസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനേക്കാൾ കുറവായിട്ടുള്ള ഓഗസ്റ്റിൽ ആഡ് ചെയ്തതിനേക്കാൾ കുറവായിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ് അവർ സെപ്റ്റംബറിൽ ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ജിയോനെ സംബന്ധിച്ച് കാണുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമർ എഡിഷൻ നടക്കുന്നതും ബെനിഫിറ്റ് വരുന്നതും ഇപ്പോൾ ഭാരതി എയർടെല്ലിലാണ്. ട്രൈയുടെ ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ വോഡാഫോണിനെയും ജിയോയിനെയും കാട്ടി ബെനിഫിറ്റ് വന്നിരിക്കുന്നത് ഭാരതി എയർടെല്ലിന് തന്നെയാണ്. ട്രൈയുടെ പുതിയ റിപ്പോർട്ടുകൾ കസ്റ്റമർ ബേസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭാരതി എയർടെല്ലിനെ നമ്മൾ വീണ്ടും ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു. റിലയൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്ലെയർ എന്ന രീതിയിൽ കസ്റ്റമർ ബേസിൽ ഇപ്പം ഭാരതി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെയൊക്കെ റവന്യൂ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഭാരതി എയർടെല്ലിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എൻ ടി പി സിയുടെ ഷെയർ ബാക്ക് 7th ഡിസംബറിനാണ് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ 18 ഡിസംബർ വരെയാണ് എൻ ടി പി സിയുടെ ബൈബാക്ക് ഓപ്പൺ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ അലുവാലിയ കോൺട്രാക്ട് കമ്പനിയായിട്ടുള്ള അലുവാലിയ കോൺട്രാക്ടേഴ്സിന് 530 കോടി രൂപയുടെ കോൺട്രാക്റ്റാണ് ബോംബെയിൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ള വാർത്ത. അതുപോലെ തന്നെ ഗുജറാത്ത് ഗ്യാസ് അവരുടെ ഗ്യാസ് പ്രൈസ് 2.5 രൂപ പ്രകാരം ഉയർത്തിയിരിക്കുന്നതായിട്ടും വാർത്ത വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഫാം ആക്ടിവിറ്റീസ്, കാർഷിക ആവശ്യം അല്ലെങ്കിൽ കാർഷിക രീതികളും കാർഷിക വ്യവസായങ്ങളും വലിയ രീതിയിൽ നമ്മുടെ ലോക്ക്ഡൗൺ കൊണ്ട് ഇഫക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അലംബിക് ഫാർമയ്ക്ക് USFDA അപ്രൂവൽ വന്നിരിക്കുന്നു. അവരുടെ ബ്ലഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെഡിസിനാണ് അവർക്ക് അലംബിക് ഫാർമയ്ക്ക് USFDA കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ നവംബർ മന്തിൻ്റെ PMI പ്രൈമറി മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് വന്നിരിക്കുന്നു. 56.3 ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നവംബർ മന്ത് സർവീസ് PMI വന്നിരിക്കുന്നത് 53.7 കഴിഞ്ഞ പ്രാവശ്യം അത് 54.1 ഒക്ടോബറിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ ഏകദേശം ഒരു 49% ഷെയർ അവരുടെ AMC JV സ്റ്റേക്ക് എക്സെയിം ഇൻവെസ്റ്റ് മാനേജേഴ്സിൻ്റെ അടുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ജോയിൻറ്റ് വെഞ്ചേഴ്സിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. അത് AMC ബിസിനസ്സിലാണ് അവർ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ടാറ്റ കെമിക്കൽ സ്റ്റോക്ക് 2 ദിവസമായിട്ട് നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് വന്നിരിക്കുന്നു. ടാറ്റ സൺസ് പ്രൊമോട്ടർ തന്നെയാണ് അവരുടെ കമ്പനികളിൽ ഏകദേശം 1.8 മില്യൺ ഷെയറുകളാണ് അവർ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ട്രൈഡൻറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 4.75% പലിശ നിരക്കിൽ അവർ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് വഴി 500 മില്യൺ റുപ്പീസാണ് മാർക്കറ്റിൽ നിന്നും റേസ് ചെയ്തിരിക്കുന്നത്. US ബേസ്ഡ് ആയിട്ടുള്ള വെരിഫോൺ എന്ന് പറയുന്ന ഒരു പേയ്മെൻറ്റ് സർവീസ് കമ്പനിയുമായിട്ട് വിപ്രോ ഒരു മൾട്ടി ഇയർ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നു. അവരുടെ പേയ്മെൻറ്റ് സർവീസ് സിസ്റ്റം ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് സർവീസ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോൺട്രാക്റ്റാണ് വിപ്രോവിന് കിട്ടിയിരിക്കുന്നത്. ഏവിയേഷൻ സെക്ടറിലുള്ള കമ്പനിയായിട്ടുള്ള ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ അവർ 1000 ഡെയിലി ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പാകത്തിലേക്ക് വന്നിരിക്കുന്നു. കോവിഡ് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് അത് വീണ്ടും ഫ്ലൈറ്റുകൾ പുനരാരംഭിച്ചതിന് ശേഷമാണ് അവർ 1000 ഫ്ലൈറ്റ് ഡെയിലി ബേസിലേക്ക് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ടൈം ടാർഗറ്റിലേക്ക് അവർ വന്നിരിക്കുന്നത്. ഇത് ആ കമ്പനിയുടെ സ്റ്റോക്കുകളിലും റിഫ്ലക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഗോദ്രേജ് ആഗ്രോവെറ്റിൻ്റെ ഓയിൽ പ്രൈസ് വിചാരിച്ചതുപോലെ കൂടിയത് അവർ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് ഗോദ്രേജ് ആഗ്രോവെറ്റ് പറയുന്നത്. കമ്പനിയുടെ റവന്യൂവിൽ 17% ഉയർച്ചയാണ് സെപ്റ്റംബർ ക്വാർട്ടറിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ബിസിനസ് മോർ പ്രോഫിറ്റബിളായി മാറുമെന്നുള്ള കാര്യമാണ് ഗോദ്രേജ് ആഗ്രോവെറ്റ് അറിയിച്ചിരിക്കുന്നത്. കോൾ ഇന്ത്യ അതിൻ്റെ മാർക്കറ്റ് അറിയിച്ചിരിക്കുന്നത് പവർ സെക്ടറിൽ
വീണ്ടും അതായത് കൽക്കരിയുടെ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ്. നമ്മൾ ഇന്നലെ കോൾ ഇന്ത്യയെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 126-127 ലെവലിലാണ് കോൾ ഇന്ത്യ പറഞ്ഞത്. ഇന്ന് 130 മുകളിലേക്ക് കോൾ ഇന്ത്യ വരുന്നതായിട്ട് കണ്ടു. അതുപോലെ ഇന്നലെ നമ്മൾ മോയിൽ 132-133 രൂപയ്ക്കായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് 138 രൂപയ്ക്കോളം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ CESE നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. സൺ TV പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൺ TV നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ പല നല്ല സ്റ്റോക്കുകളും നമുക്കിന്ന് ഗ്രൂപ്പുകളുടെ ഡിസ്കഷനിലും വരികയുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് നാളെ നോക്കാനോ അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് നോക്കാനുള്ള ഒരു സ്വിംഗ് ബേസിലുള്ള സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് ഭാരത് ഫോർജ് തന്നെയാണ്. ഈ ക്ലാസ് 8 ട്രക്കുകളുടെ ഓർഡർ ഫ്ലോ കാണുന്ന സമയത്ത് ഭാരത് ഫോർജിന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല ബെനിഫിഷ്യറി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. 539 നിലവാരത്തിലാണ് ഭാരത് ഫോർജ് ഉള്ളത്. എനിക്ക് തോന്നുന്നു 550 മുതൽ 560 വരെ പോകാനുള്ള ശക്തി ഇപ്പോൾ ഭാരത് ഫോർജിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അവരുടെ ട്രേഡിനെ അപ്പറ്റിറ്റ് അനുസരിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 520 താഴെയാണ് ഭാരത് ഫോർജിൻ്റെ വീക്ക്നെസ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇർക്കോൺ ഇൻ്റർനാഷണൽ ആണ്. 90-92 രൂപ നിലവാരത്തിലാണ് ഇർക്കോൺ ഇൻ്റർനാഷണൽ ഉള്ളത്. എനിക്ക് തോന്നുന്നു ശക്തമായിട്ടുള്ള ഒരു ബൈങ് അണ്ടർ കറണ്ട് ഈ സ്റ്റോക്കിൽ കാണിക്കുന്നു. 94 മുതൽ 98 വരെ പോകാനുള്ള ചാൻസസ് ആണ് ഇർക്കോൺ ഇൻ്റർനാഷണലുള്ളത്. കമ്പനി ഈ ഇർക്കോണിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 84-നും 86-നും ഇടയിലുള്ള ഒരു എമൗണ്ടിലാണ് സ്റ്റോപ്പ് ലോസ് കാണുന്നത്. അതിന് മുകളിൽ 94-98 ലെവലിലേക്ക് ഇർക്കോൺ ഇൻ്റർനാഷണലിനുള്ളൊരു മൂവ് തോന്നുന്നു സാധ്യമാകുമെന്നുള്ള കാര്യത്തിലാണ്. പക്ഷേ അവരുടെ റിസ്ക്, ഇത് എൻ്റെ ട്രേഡിന് വേണ്ടിയിട്ട് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളാണ്. അതുതന്നെ വെസ്റ്റ് കോസ്റ്റ് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 174 രൂപയ്ക്കാണ് വെസ്റ്റ് കോസ്റ്റ് പേപ്പർ ഉള്ളത്. എനിക്ക് തോന്നുന്നു 180-85 നിലവാരത്തിലോ അല്ലെങ്കിൽ 190 വരെയെങ്കിലും പോകാനുള്ളൊരു പവർ സ്റ്റോക്ക് ഈ പേപ്പർ സ്റ്റോക്കുകളിൽ വ്യക്തമാണ്. പേപ്പർ സ്റ്റോക്കുകളിൽ വരുന്ന ദിവസങ്ങളിൽ ചെറിയൊരു റാലിക്കുള്ള ചാൻസസുകൾ കാണുന്നു. അതുപോലെ തന്നെ 170-170 താഴെയാണ് നമുക്ക് വെസ്റ്റ് കോസ്റ്റ് പേപ്പറിലോ അല്ലെങ്കിൽ ഈ വെസ്റ്റ് കോസ്റ്റ് പേപ്പറിൽ ഒരു വീക്ക്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഹോട്ടൽ സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ ഹോട്ടൽ സ്റ്റോക്കുകൾ ഡീൽ ചെയ്തു അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയി എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഇനി അടുത്തൊരു പേപ്പർ സെക്ടറിലൊരു റാലിക്കുള്ള ചാൻസുകൾ കാണുന്നു എന്നുള്ളതാണ്. അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ളൊരു പേപ്പറായിട്ട് എനിക്ക് തോന്നുന്നത് വെസ്റ്റ് കോസ്റ്റ് പേപ്പർ തന്നെയാണ്. അതിലൊരു നല്ല രീതിയിലുള്ളൊരു അപ്സൈഡ് നമുക്ക് കാണാൻ പറ്റി. അതുപോലെ തന്നെ ടൊറൻറ്റ് പവറിൽ ഇന്നൊരു നല്ല രീതിയിലുള്ളൊരു ബിൽഡിംഗ് കണ്ടു. എനിക്ക് തോന്നുന്നു ടൊറൻറ്റ് പവറിൽ 330-നും 340-നും ഇടയിലുള്ള ഒരു ഫിഗറിലേക്ക് ടൊറൻറ്റ് പവറിലും ഒരു റാലി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുതന്നെ ഡിവിസ് ലാബ് ഇന്ന് അവസാന നിമിഷങ്ങളിൽ നല്ല രീതിയിലുള്ളൊരു ബൈങ് ദൃശ്യമായി. എനിക്ക് തോന്നുന്നു 3700 മുതൽ 3800 വരെ പോകാനുള്ളൊരു ചാൻസാണ് ഡിവിസ് ലാബിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്റ്റോക്കിനനുസരിച്ചിട്ട് ഇവരുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം ട്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ മാരിക്കോ FMCG സെക്ടറിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ് മാരിക്കോയിൽ കുറേ നാളുകൾക്ക് ശേഷം ഒരു പോസിറ്റീവ്നെസ് കണ്ടു തുടങ്ങിയിരിക്കുന്നു. 387-89 നിലവാരത്തിലാണ് മാരിക്കോ ഉള്ളത്. എനിക്ക് തോന്നുന്നു അടുത്ത് തന്നെ മാരിക്കോ ഒരു സ്വിംഗ് ഡെലിവറി ബേസിലെടുത്താൽ 400 വരെയുള്ള ഒരു ചാൻസാണ് മാരിക്കോയിൽ ഓപ്പണായി കിടക്കുന്നത്. ഒന്നുകിൽ 389-90 ലെവലുകളിൽ സ്റ്റോക്കുകൾ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ 400 നിലവാരത്തിലേക്ക് നമുക്ക് മാരിക്കോയുടെ കോൾ ഓപ്ഷൻസ് വാങ്ങാനും ഉപകാരപ്പെടുമെന്നുള്ളതാണ്. പക്ഷേ കോൾ ഓപ്ഷൻസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കുക, നാളെ വെള്ളിയാഴ്ചയാണ്. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസത്തെ ടൈം ഡിലേ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിനുശേഷമാണ് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ടൈം വാല്യൂ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സ്റ്റോക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് സ്വിംഗ് ബേസിലെടുത്തിട്ട് 400 വരെ ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 370 താഴെ മാത്രമാണ് നമുക്ക് മാരിക്കോയിൽ ഒരു മൈനസ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് നോക്കാം. വേറെയും ഒരുപാട് സ്റ്റോക്കുകളുണ്ട്, വേറൊരു ദിവസത്തിൽ നമുക്ക് ഇതൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടായിട്ടുള്ളത്. നാളെ വെള്ളിയാഴ്ചയാണ്. മാർക്കറ്റ് പൊസിഷൻസ് വളരെ രീതിയിൽ ഈ പോളിസി ഉള്ളത് കൊണ്ട് തന്നെ അതുവരെ വളരെ ആക്റ്റീവായിരിക്കും. അതിനുശേഷം പോളിസി ഔട്ട്ലുക്ക് പോസിറ്റീവ് ആണെങ്കിൽ പോലും നമുക്ക് മുകളിലേക്കുള്ള അപ്സൈഡ് ഉണ്ടാവാം. പക്ഷേ നിഫ്റ്റിയുടെ മുകളിലേക്കുള്ള ഇന്നത്തെ അണ്ടർലൈൻസ് അല്ലെങ്കിൽ ഇന്നത്തെ ഡെറിവേറ്റീവ് ഡാറ്റാസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 13,200 മുതൽ 250 വരെ ഉള്ള ഒരു അപ്പർ സൈഡാണ് നിഫ്റ്റിക്ക് ഇപ്പോഴും ശക്തമായിട്ട് നിൽക്കുന്നത്. അതിന് മുകളിലേക്ക് മാത്രമേ നമുക്കിനി ഷോർട്ട് കവറിങ് പ്രതീക്ഷിക്കാനുള്ളൂ. അതുപോലെ തന്നെ ഡൗൺ സൈഡിൽ നിഫ്റ്റിക്ക് ശക്തമായിട്ടുള്ള സപ്പോർട്ട് 13,000 തന്നെയുണ്ട്. അതുപോലെ തന്നെ ഒരു 12,975 മുതൽ 13,050 നിലവാരത്തിലാണ് നിഫ്റ്റിക്ക് ഒരു ബേസ് ലൈൻ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 13,200 മുതൽ 250 എന്ന് പറയുന്ന നിലവാരത്തിലെത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നാളെ പ്രധാനപ്പെട്ടും RBI പോളിസി, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ RBI ഗവർണറുടെ കമൻട്രി,
ഈ ഗ്രോത്തിനെയും ലിക്വിഡിറ്റിയെയും അതുപോലെ തന്നെ ഇൻഫ്ലാഷനെയും സംബന്ധിച്ചിട്ടുള്ള കമൻട്രിയാണ് മാർക്കറ്റ് നോക്കുന്നത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷമാണ് സെക്ടർ വൈസ് മാർക്കറ്റിൽ മൂവ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ. ഇൻഡെക്സുകളിൽ ഇപ്പോൾ മാർക്കറ്റിൽ വളരെ വലിയ മൂവ്മെൻറ്റ് ഇല്ല എങ്കിലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നാളെ മാർക്കറ്റിനെ പറ്റി പറയാനുള്ളത്. വളരെ ശ്രദ്ധിച്ച് മാത്രം വ്യക്തമായിട്ടുള്ള സ്റ്റോപ്പ് ലോസോട് കൂടി മാത്രം ട്രേഡ് ചെയ്യുന്നവർ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിലേക്ക് മാറി നിങ്ങളുടെ പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ്. നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു വീക്കെൻഡ്, വളരെ നല്ല രീതിയിൽ ട്രേഡിംഗ് നാളെ അവസാനിക്കട്ടെ. നല്ലൊരു ആഴ്ചയായിരിക്കട്ടെ. നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ദിവസം ആലോചിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം പറയാനുള്ളത്, നമ്മുടെ ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള ജുനൈദ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം കുവൈറ്റിൽ തന്നെയാണുള്ളത്. അദ്ദേഹം എൻ്റെ അഡ്രസ്സ് തേടി പിടിക്കുകയും അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് വളരെയേറെ ആദ്യമായിട്ട് എനിക്ക് സബ്സ്ക്രൈബറിൽ നിന്ന് കിട്ടുന്ന ഒരു സമ്മാനമാണ്. എനിക്ക് വളരെ സന്തോഷമായി. മിസ്റ്റർ ജുനൈദ് ഇത് കേൾക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് എല്ലാ ദിവസവും ഞാൻ കേൾക്കാറുണ്ട്, എനിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് എന്നൊക്കെയാണ്. ജുനൈദ്, വളരെ സന്തോഷം. താങ്കൾ കൊടുത്തുവിട്ട ഗിഫ്റ്റ് എനിക്ക് കിട്ടി, വളരെ സന്തോഷം. അതുപോലെ തന്നെ എന്താ പറയുക, എങ്ങനെയാണ് അഡ്രസ്സ് എടുത്തതെന്നും എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ എന്നെ കണ്ടുപിടിക്കാനും താങ്കളുടെ ഒരു സന്തോഷം എന്നുമായിട്ട് പങ്കുവെക്കാനും തോന്നിയതിൽ എനിക്ക് വളരെയേറെ സന്തോഷം. എനിവേ, നിങ്ങളെല്ലാവരും മാർക്കറ്റ് ഔട്ട്ലുക്കുകൾ ഇഷ്ടപ്പെടുന്നു, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. നിങ്ങൾക്കെല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നതിൽ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. സുശാന്ത്. താങ്ക് യു.